മോർണിംഗ്. നടക്കുന്നത്. ഇതിന്റെ പൂജാവേളയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഡയറക്ടർ മനോജ് പാലോടൻ, റൈറ്റർ കൃഷ്ണ പൂജപ്പുര, കണ്ണൻ ചേട്ടൻ കണ്ണൻ തമിഴ്കുളം, ഡയറക്ടർ അൽവിൻ ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ പ്രകാശ് മേരി, ജോസ് പുള്ള്, എല്ലാവരും അടുത്തടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. Producer Reverend Director Manoj Palode and Writer മനോജ് എന്നോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു 4 വർഷം മുന്നെയാണ്. കേട്ടപാടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. പിന്നെ നമുക്കറിയാം, ഒരു സിനിമ ഉരുവം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം. അപ്പോൾ ഈ സിനിമ ഇന്ന് ഇപ്പോൾ നടക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ എബ്രഹാം മാത്യുവും ഷീലവും തന്നെയാണ്. കാരണം ആ കഥയുടെ ഒരു വാർത്ത തിരിച്ചറിഞ്ഞ് ഈ സിനിമയിൽ, ഒരു വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം. പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ കൃഷ്ണ പൂജപ്പുര, എൻ്റെ ഒപ്പം ആംഗ്രി ബേബീസ് എന്ന സിനിമയും ഒരു വലിയ വിജയമായിരുന്നു. ഇന്നും പിന്നെ ടി വിയിൽ വരുമ്പോൾ ആളുകൾ കാണുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകൾ ഒന്നാണ് ആംഗ്രി ബേബീസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ തിരക്കഥയാണത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ, ഒരു ഫ്ലാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും. ഇതിൻ്റെ ടൈറ്റിൽ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല, ടൈറ്റിലായി, പക്ഷേ അനൗൺസ്മെൻറ്റ് വേറൊരു സമയത്താണ്. ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു 95 സിനിമകളിൽ ഒരു സിനിമയുടെ പൂജയുടെ ദിവസം തൊട്ടിട്ട് ആശങ്കകളെയും നാളുകൾ തുടങ്ങി. ബട്ട് എൻഡ് ഓഫ് ഇറ്റ്, ആ ഒരു വെള്ളിയാഴ്ച പടം റിലീസാവുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും നമ്മുടെ ഹീറോയിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. God bless them all. Let it be a huge hit. We wish the film industry to grow like this. Thank you so much. രാവിലെ ഞങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു, പ്രാഞ്ചേൻ്റെ വീട്ടിൽ നിന്ന് പ്രാഞ്ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ആകെ വ്യത്യാസം ഇത് 2 അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് 2ആണ്,
അല്ലെങ്കിൽ ബാനർ നെയിം രണ്ടാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമ എന്നോ തന്നെ ഞാൻ ഈ സിനിമയ്ക്കൊപ്പം ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് എൻ്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ്. നമ്മളുള്ള എൻ്റെ സുഹൃത്താണ്, ബ്രദറാണ്. അല്ലെങ്കിൽ ഞാൻ അനുവേട്ടനായിട്ട് അന്നും ഒരു പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അനുവേട്ടനെ പറ്റി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ പുതിയ സംവിധായകൻ വെൽക്കം, പിന്നെ കൃഷ്ണേട്ടൻ. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ, പിന്നെ ഓഫ് കോഴ്സ് എബ്രഹാം ചേട്ടന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയാനായിട്ട് തോന്നും. അതുകൊണ്ട് കാത്തിൽ തന്നെ ഞാൻ വെച്ചേക്കുവാണ്. ക്ഷീണിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപടി ആശംസകൾ. ഓഫീസിന്റെ 14ാമത്തെ മൂവിയുടെ ചിത്രനിർമ്മാണമാണ് നന്ദി കഴിഞ്ഞത്. അതിൽ സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നന്ദിയും സ്നേഹവും നേരുന്നു. തുടർന്നും നല്ല സിനിമകൾ ചെയ്യുവാൻ ദൈവം അവസരം തരട്ടെ. ഈ സിനിമയുടെ നിലനിൽപ്പായിരിക്കുന്ന നമ്മുടെ അനുപേട്ടൻ, അതുപോലെ ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ലിസ്റ്റേൻ, രവിചേട്ടൻ, മിസ്റ്റർ സാറ്, നമ്മുടെ ആൽബിൻ ആന്റണി, പ്ലസ് ഏറ്റവും എടുത്തു പറയട്ടെ നമ്മുടെ ഡയറക്ടർ. അപ്പം മൂവീസിൻ്റെ ആദ്യത്തെ സിനിമ ഷീറ്റ് ആക്ഷൻ പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറും കൃഷ്ണേട്ടനായിരുന്നു. ആ സിനിമ ഒരു വിജയകരമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് കൃഷ്ണപുരിയുടെ രണ്ടാമത്തെ ഒരു സിനിമയാണ് അപ്പോൾ മൂവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു നല്ല സിനിമയായി തന്നെ തീരട്ടെ. എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ അനുപേട്ടൻ, അതേപോലെ അബ്രഹാം മാത്യു സാർ, അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും എനിക്ക് ഈ ഒരു നന്ദിയും കടപ്പാടും തീർക്കാൻ. അപ്പോൾ എനിക്കതിന് പ്രതിഫലമായി കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ ടീമിന് ഒരു നല്ല സിനിമ ചെയ്യാൻ ഒരു 100% എഫർട്ട് ഞാനതിൽ ചെയ്യും.